നമസ്കാരം. FCRA നിയമവിഷയത്തിൽ ദീപിക നടത്തിയ വിമർശനവും കാഞ്ഞിരപ്പള്ളി ബിഷപ്പിന്റെ നിലപാടുമൊക്കെയായിരുന്നു ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ചൂടുപിടിച്ച ദീപിക PC പോരിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വിദേശ ശക്തികളുടെ ഇടപെടൽ തടയാനെന്ന പേരിൽ 1976 ഇന്ദിരാഗാന്ധി സർക്കാർ കൊണ്ടുവന്ന വിദേശ സംഭാവന നിയന്ത്രണ നിയമം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കേവലം ഒരു സാമ്പത്തിക നിയന്ത്രണ നിയമം എന്നതിലുപരി സന്നദ്ധ സംഘടനകളുടെ ആസ്തികൾ പോലും നേരിട്ട് ഏറ്റെടുക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന 2026 പുതിയ ഭേദഗതി രാജ്യത്ത് വലിയ ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിമരുന്നിട്ടിരിക്കുകയാണ്. ഈ വിഷയത്തിലായിരുന്നു ദീപികയും വിമർശനമുയർത്തിയത്. പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ സജീവമായ ക്രൈസ്തവ സഭകളും സന്നദ്ധ സംഘടനകളും ഇന്ന് അനിശ്ചിതത്വത്തെ അഭിമുഖീകരിക്കുകയാണ്. FCRA നിയമത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ മാറ്റങ്ങൾ നിയമലംഘനം ആരോപിക്കപ്പെടുന്ന സംഘടനകളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ സർക്കാരിനെ അനുവദിക്കും. സന്നദ്ധ സംഘടനകളുടെ കൈവശമുള്ള വിദേശ ഫണ്ടും അതുപയോഗിച്ച് നിർമ്മിച്ച ആസ്തികളും സർക്കാർ നിയോഗിക്കുന്ന അതോറിറ്റിക്ക് കൈമാറണമെന്ന പുതിയ ഭേദഗതി ജനാധിപത്യപരമായ പ്രവർത്തന സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന ആക്ഷേപവും ശക്തമാക്കുകയാണ്. ഇത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ വിവാദമാകുകയും ഇതേ തുടർന്ന് കേന്ദ്ര സർക്കാർ ഇത് നിർത്തിവെക്കുകയും ചെയ്തതാണ്. FCRA ആദ്യമായി കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരാണ്. 1976 അടിയന്തരാവസ്ഥ കാലത്താണ് ഈ നിയമം ആദ്യമായി പാസ്സാക്കുന്നത്. വിദേശ ശക്തികൾ ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും തെരഞ്ഞെടുപ്പിലും ഇടപെടുന്നത് തടയുകയായിരുന്നു അന്നത്തെ ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. രാഷ്ട്രീയ പാർട്ടികൾ, സംഘടനകൾ, വ്യക്തികൾ എന്നിവർ വിദേശത്ത് നിന്ന് പണം സ്വീകരിക്കുന്നത് നിയന്ത്രിക്കാനാണ് ഇത് കൊണ്ടുവന്നത്. റഷ്യൻ വിരുദ്ധ, അമേരിക്കൻ വിരുദ്ധ ചേരികളുടെ സ്വാധീനം രാഷ്ട്രീയ പാർട്ടികളിലും മാധ്യമങ്ങളിലും ഉണ്ടാകുന്നത് നിയന്ത്രിക്കാൻ ഈ നിയമം അന്ന് സഹായിച്ചു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിലേക്കും FCRA നിയമം കൊണ്ടുവരുന്നതിലേക്കും നയിച്ച പ്രധാന കാരണങ്ങളിലൊന്ന് രാജ്യത്തെ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ വിദേശ കൈകളുണ്ടെന്ന ഇന്ദിരാഗാന്ധിയുടെ ആരോപണമായിരുന്നു. അന്ന് രാജ്യത്തിനെതിരെ അമേരിക്കൻ ഫണ്ട് ഉപയോഗിച്ചുള്ള കലാപം എന്നായിരുന്നു ഇന്ദിരാഗാന്ധി കാര്യമായി പ്രചരിപ്പിച്ചത്. സോവിയറ്റ് യൂണിയൻ ആകട്ടെ അടിയന്തരാവസ്ഥയോട് തികച്ചും അനുകൂലമായ നിലപാടും സ്വീകരിച്ചു. ഇന്ദിര ഈ നിയമം കൊണ്ടുവന്ന കാലത്ത് ഇന്ത്യയിലേക്ക് വലിയ തോതിലുള്ള വിദേശ പണമൊന്നും കുത്തിയൊഴുകി വന്നിരുന്നില്ല. പക്ഷേ 2010 മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാർ ഭേദഗതി കൊണ്ടുവരുമ്പോഴേക്കും കാര്യങ്ങൾ ആകെ മാറിയിരുന്നു. ആ കാലയളവിൽ വിദേശത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ഫണ്ട് കൈപ്പറ്റിയിരുന്ന ധാരാളം സംഘടനകളുണ്ടായിരുന്നു. വേൾഡ് വിഷൻ ഓഫ് ഇന്ത്യ എന്ന ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള ഈ സംഘടനയായിരുന്നു അക്കാലത്ത് ഏറ്റവും കൂടുതൽ വിദേശ ഫണ്ട് സ്വീകരിച്ചിരുന്നത്. ഏകദേശം 233 കോടി രൂപ 2010-2011 കാലത്ത് അവർക്ക് ഫണ്ട് വന്നു എന്നാണ് റിപ്പോർട്ട്. KP യോഹന്നാൻ്റെ പത്തനംതിട്ട ആസ്ഥാനമായിട്ടുള്ള ബിലീവേഴ്സ് ചർച്ച് ഇന്ത്യ എന്ന സംഘടനയായിരുന്നു വലിയ തോതിൽ വിദേശ ഫണ്ട് സ്വീകരിച്ചിരുന്ന മറ്റൊരു പ്രമുഖ സംഘടന. ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ആസ്ഥാനമായിട്ടുള്ള റൂറൽ ഡെവലപ്മെൻറ്റ് ട്രസ്റ്റ് ആയിരുന്നു വൻതോതിൽ ഫണ്ട് വന്ന മറ്റൊരു സംഘടന. ഗ്രീൻ പീസ് ഇന്ത്യ, ആംനസ്റ്റി ഇന്റർനാഷണൽ തുടങ്ങിയവയും അക്കാലത്ത് സജീവമായിരുന്നു. കൂടാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ശിശുക്ഷേമ സമിതികൾ, മതപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ട്രസ്റ്റുകൾ എന്നിവയ്ക്കും വലിയ തോതിൽ വിദേശ സഹായം ലഭിച്ചിരുന്നു. ഇങ്ങനെ വിദേശ പണം വൻതോതിൽ വരാൻ തുടങ്ങിയതോടെയാണ് കർശനമായ നിബന്ധനകൾ ഏർപ്പെടുത്തി UPA സർക്കാർ നിയമം ഭേദഗതി ചെയ്യുന്നത്. പ്രധാനമായും സുരക്ഷാപരവും ഭരണപരവുമായ കാരണങ്ങൾ മുൻനിർത്തിയാണ് UPA സർക്കാർ ഈ ഭേദഗതി കൊണ്ടുവന്നത്. വിദേശ ഫണ്ടുകൾ രാജ്യ താൽപര്യത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കോ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന അസ്ഥിരീകരണങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തടയുക എന്നതായിരുന്നു പ്രാഥമിക ലക്ഷ്യം. വിദേശത്ത് നിന്നും ലഭിക്കുന്ന പണം ഏതാവശ്യത്തിനാണോ വരുന്നത് അതിന് തന്നെ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും ഫണ്ടിൻ്റെ വിനിയോഗത്തിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരാനുമാണ് സർക്കാർ ശ്രമിച്ചത്. 1976 പഴയ നിയമത്തിലെ പഴുതുകൾ അടച്ച് കൂടുതൽ ശക്തമായ ഒരു ചട്ടക്കൂട് നിർമ്മിക്കുക എന്നതായിരുന്നു മൻമോഹൻ സിംഗ് സർക്കാർ ലക്ഷ്യമിട്ടത്. മുൻപൊരിക്കൽ രജിസ്റ്റർ ചെയ്താൽ അത് ആജീവനാന്തം നിലനിൽക്കുമായിരുന്നു. എന്നാൽ 2010 ഭേദഗതിയോടെ ഇത് ഓരോ 5 വർഷം കൂടുമ്പോൾ പുതുക്കണമെന്ന നിബന്ധന വന്നു. ഇന്ത്യയിൽ സമീപകാലത്ത് ഏറെ വിവാദമുണ്ടാക്കിയതാണ് വിദേശ ഫണ്ടിംഗ്. തീവ്രവാദ പ്രവർത്തനത്തിനും മതപരിവർത്തനം അടക്കമുള്ളവയ്ക്കും ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള സമരങ്ങൾക്കും വിദേശത്ത് നിന്ന് ഫണ്ട് ചെയ്യുന്നുവെന്നും വ്യാപകമായ ആക്ഷേപം ഉയർന്നിരുന്നു. 2010 ഭേദഗതിക്ക് ശേഷം UPA സർക്കാരിൻ്റെ കാലത്തും പിന്നീട് വന്ന NDA സർക്കാരിൻ്റെ കാലത്തും നിരവധി സംഘടനകൾക്കെതിരെ കർശന നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് BJP കുറ്റം പറയുന്ന കോൺഗ്രസ് തങ്ങളുടെ അധികാരകാലത്ത് ഈ നിയമം വെച്ച് പലരെയും പൂട്ടിയിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. 2026 മാർച്ചിൽ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട FCRA അമെൻമെന്റ് ബിൽ 2026 വ്യവസ്ഥകളാണ് നിലവിൽ ക്രൈസ്തവ സഭകൾക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കിയിരിക്കുന്നത്. ഭേദഗതി പ്രകാരം ഒരു പ്രത്യേക അതോറിറ്റിയെ സർക്കാർ നിയമിക്കും. ഒരു സംഘടനയുടെ FCRA ലൈസൻസ് റദ്ദാക്കുകയോ കാലാവധി കഴിയുകയോ ചെയ്താൽ ആ സംഘടനയുടെ കൈവശമുള്ള വിദേശ ഫണ്ടും ആ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ സ്വത്തുക്കളും ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയുടെ നിയന്ത്രണത്തിലാകും. വിദേശ പണം ഉപയോഗിച്ച് നിർമ്മിച്ച ആശുപത്രികൾ, സ്കൂളുകൾ, പള്ളികൾ, മറ്റ് കെട്ടിടങ്ങൾ എന്നിവയും ഈ അതോറിറ്റിക്ക് ഏറ്റെടുക്കാം. ഈ സ്വത്തുക്കൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കാനും ആവശ്യമെങ്കിൽ വിൽക്കാനും അതോറിറ്റിക്ക് അധികാരമുണ്ടാകുകയും ചെയ്യും. ലൈസൻസ് റദ്ദാക്കപ്പെട്ടാൽ സംഘടനയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും അതിലെ പണം അതോറിറ്റിയിലേക്ക് മാറ്റാനുമാണ് നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. ഇതാണ് സഭയുടെ സ്വത്ത് പിടിച്ചെടുക്കുന്നു എന്ന ആശങ്കയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്.